പുതിയ തരം റെസിപ്പികളുടെ കൂടുതൽ വീഡിയോസുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓൾ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും നമ്മുടെ വീട്ടിലൊക്കെ ബാക്കി വരുന്ന ചോറ് വെച്ചിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ പുട്ടിൻ്റെ പൊടിയൊന്നും ഉപയോഗിച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, സാധാ പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കുന്നത്. നമ്മളിതിൽ ചോറ് ചേർത്തത് കൊണ്ട് തന്നെ കറീൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. കുറച്ചധികം തേങ്ങ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ അത്രയും സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത്. തലേന്നത്തെ ബാക്കിയുള്ള ചോറാണ്. ഞാൻ അത് വെള്ളത്തിലൊന്നിട്ട് ഊറ്റി തണുപ്പൊന്ന് മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയിലൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നല്ല കട്ടിയിലല്ല, അത്യാവശ്യം ലൂസ് തന്നെയാണ് നമ്മൾ ചോറ് അടിച്ചെടുക്കേണ്ടത്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചോറ് അടിച്ചെടുക്കേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചോറും കൂടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പുട്ടിനൊക്കെ വെള്ളം നനയ്ക്കുന്ന പോലെ തന്നെ ഇതൊഴിച്ചു കൊടുത്ത് നമുക്ക് പൊടി ഒന്ന് നനച്ചെടുക്കാം. നമ്മൾ ചോറ് ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കടയിൽ നിന്നും വാങ്ങുന്ന പുട്ടുപൊടിനേക്കാളും സോഫ്റ്റ് കിട്ടാറുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. പുട്ടിന്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ വെച്ചൊന്ന് ഒരു പിടിയാക്കി വെക്കുമ്പോൾ ഇതേപോലെ നിൽക്കണം. ആ ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അമർത്തി വെച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു മൂടി വെച്ച് ഒന്ന് അടച്ചു വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് തരികളെല്ലാം പൊട്ടിച്ചെടുക്കണം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൈവച്ച് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് ചുടാൻ തുടങ്ങാം. ഞാനൊരു പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം. നമ്മുടെ പുട്ടുപൊടിയും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതിനു മേലെ പുട്ടുപൊടിയും ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് പുട്ടും തൂക്കിൽ വെച്ച് ആവി വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ആവി വന്ന ശേഷം ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പുട്ടുപൊടി ഒന്നും വാങ്ങാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. അതേപോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.